നടി ആക്രമിക്കപ്പെട്ടതിന്റെ 9ാം വാർഷികമായ ദിനമായ ഇന്ന് തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും മെഴുകുതിരി തെളിയിച്ച് അവൾക്കൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ തന്നെയാണ്, അവൾക്കൊപ്പമുണ്ട് എന്ന് അവളോട് പറയാൻ തന്നെയാണ് WCCയുടെ തീരുമാനം. കൊച്ചിയിൽ നിന്ന് തിയോഫിൻ കൂടെ ചേരുന്നുണ്ട് ഇതിന്റെ വിശദാംശങ്ങളുമായി. തിയോഫിൻ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട കേസിലെ വിധി വന്ന നാളുകളിൽ നമ്മളെല്ലാവരും സംശയിച്ചതാണ് അവൾക്ക് നീതി ലഭിച്ചോ, നീതി അവൾക്കൊപ്പമാണോ, നീതിപീഠം അവൾക്കൊപ്പമാണോ എന്നുള്ളത്. അതിൽ ഇപ്പോഴും നമുക്കൊരു കൃത്യമായ ഉത്തരം പറയാൻ പറ്റാത്ത രീതിയിലാണ് ആ കാര്യങ്ങൾ നിൽക്കുന്നത്. പക്ഷേ ഒരു വാക്കാൽ, ഒരു നോട്ടത്താൽ, അല്ലെങ്കിൽ ഇതുപോലെ മെഴുകുതിരി തെളിയിച്ചുകൊണ്ട് അവൾക്കൊപ്പം ചേർന്ന് നിൽക്കേണ്ടത് കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു അനിവാര്യത കൂടിയാണ്. വിനിഷ, തീർച്ചയായും അതായത് കേരള മനസാക്ഷിയെ ഞെട്ടിച്ചൊരു സംഭവം. ആ സംഭവം നടന്നിട്ടിപ്പോൾ 9 വർഷമാകുന്നു. 9ാം വാർഷിക ദിനമാണ്. ആ ദിവസമാണ് ഇന്ന് വൈകിട്ടിപ്പോൾ WCCയുടെ നേതൃത്വത്തിൽ ഒരു ഐക്യദാർഢ്യ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് മെഴുകുതിരി കത്തിച്ചുകൊണ്ട് എല്ലാവരും ചേർന്നൊരു കൂട്ടായ്മ സംഘടിപ്പിക്കാനാണ് WCCയുടെ തീരുമാനം. നേതൃത്വം നൽകുന്നത് WCC ആണെങ്കിൽ കൂടി ഈ സംഭവം നടന്നതിന് ശേഷം ഈ ആക്രമിക്കപ്പെട്ട നടിക്ക് പിന്തുണ നൽകിയ ആളുകളും ഒപ്പം മറ്റ് അതിജീവിതകളായ എല്ലാവർക്കും പിന്തുണ നൽകുന്ന ആളുകൾ, അങ്ങനെ എത്താവുന്നവരൊക്കെ എത്തണം എന്നാണ് WCC ഈ ഒരു സാമൂഹ്യ മാധ്യമങ്ങളിലെ കുറിപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. 3 സ്ഥലങ്ങളിലായാണ് ഏറ്റവും പ്രധാനമായി ഈ ഒരു ഐക്യദാർഢ്യ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് മാനവീയം വീഥി, കൊച്ചിയിൽ മറൈൻ ഡ്രൈവിലെ അബ്ദുൽ കലാം മാർഗ്, കോഴിക്കോട് മാനാഞ്ചിറയിലെ ഓപ്പൺ സ്റ്റേജ്, അങ്ങനെ 3 ഇടങ്ങളിലായാണ് കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, ചരിത്രത്തിൽ ആദ്യമായി തന്നെ ഉണ്ടായ ഒരു കേസ്. ആ കേസിന്റെ ഒരു പ്രത്യേകത ബലാത്സംഗത്തിന് കൊട്ടേഷൻ നൽകി എന്നാണ്. അങ്ങനെയുണ്ടായ ഒരു കേസ്. അതിക്രൂരമായാണ് നടി ആക്രമിക്കപ്പെട്ടത്. ഇവർ തൃശ്ശൂരിൽ നിന്നും കൊച്ചിയിലേക്ക് ഒരു ഷൂട്ടിംഗ് ആവശ്യവുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്നതിനിടെ ഓടുന്ന വാഹനത്തിൽ വെച്ചായിരുന്നു ഈ അതിക്രമം ഉണ്ടായത്. അതിനുശേഷം ഈ സംഭവം പുറത്തു വന്നതിന് പിന്നാലെയാണ് WCC, അല്ലെങ്കിൽ ഈ സംഭവമാണ് ശരിക്കും ഒരു വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന രീതിയിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ രൂപപ്പെടാൻ കാരണം. WCC എന്ന പേരിൽ രൂപപ്പെട്ട കൂട്ടായ്മ വലിയ പിന്തുണയാണ് ഈ അതിജീവിതയായി നടിക്ക് നൽകിയത്. അവരാണ് പിന്നീട് ഈ അവൾക്കൊപ്പം എന്നൊരു ക്യാമ്പയിൻ തുടങ്ങി വെച്ചത്. നമുക്കറിയാം, നേരത്തെ ഈ കേസിന്റെ വിധി വന്നപ്പോഴൊക്കെ WCC ഒരു ശക്തമായ പ്രതികരണം ഉണ്ടായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അവരിപ്പോൾ ഇന്ന് ഒരു ഐക്യദാർഢ്യ പരിപാടിയായി സംഘടിപ്പിക്കുകയാണ്. വൈകിട്ട് നടക്കുന്ന കൂട്ടായ്മയിൽ നിരവധി ആളുകൾ പങ്കെടുക്കും. ഈ 3 മേഖലകളിൽ, തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നടക്കുന്ന കൂട്ടായ്മയിൽ WCC അംഗങ്ങളും ഒപ്പം മറ്റ് സാമൂഹ്യ പ്രവർത്തകർ, ഈ അതിജീവിതയ്ക്ക് പിന്തുണ നൽകിയ ഒട്ടേറെ വനിതാ പ്രവർത്തകരൊക്കെ, സാമൂഹ്യ പ്രവർത്തകർ ഉൾപ്പെടെ ഈ കൂട്ടായ്മയിൽ പങ്കാളികളാകും. ഫിനിഷ, WCCയുടെ ക്യാമ്പയിൻ, അവൾക്കൊപ്പം ക്യാമ്പയിൻ, അത് മെഴുകുതിരി കത്തിച്ച് അവൾക്കൊപ്പമാണ് എന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനുള്ള ഒരു ചടങ്ങ് എന്നുള്ള രീതിയിലാണ് അവരത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് തിരുവനന്തപുരം മാനവീയം വീഥിയിൽ, കോഴിക്കോട്, കൊച്ചി എന്നിവിടങ്ങളിലാണ് ഇത്തരത്തിൽ മെഴുകുതിരി കത്തിച്ച് അവൾക്കൊപ്പമാണ് എന്ന് പറയാൻ WCC തീരുമാനിച്ചിരിക്കുന്നത്.